നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമോ? കേന്ദ്ര സർക്കാർ ജീവനക്കാരുമായി കൂടിക്കാഴ്ചക്കൊരുങ്ങി നരേന്ദ്രമോദി. പഴയ പെൻഷൻ സ്കീം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന JCM സെക്രട്ടറിയെയും ചർച്ചയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തങ്ങളെ ക്ഷണിച്ചതിൽ JCM സെക്രട്ടറി നന്ദി അറിയിച്ചു. തങ്ങളുടെ ആവശ്യം പരിഗണിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ 8 ലക്ഷം റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം 16 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഗുണമുണ്ടാകുമെന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന ചർച്ചയിൽ JCM സെക്രട്ടറി അടക്കം 10 അംഗങ്ങൾ സംഘടനയെ പ്രതിനിധീകരിക്കും. പേഴ്സണൽ മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥരും ചർച്ചയിൽ ഉണ്ടാകുമെന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. അതത് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ ആരംഭിക്കും. ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. ഓണക്കാലത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള ചിലവുകളെല്ലാം തന്നെ വെട്ടിക്കുറച്ച് ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. മറ്റൊരു പ്രധാന അറിയിപ്പ്, ഓണത്തിന് മുൻപ് 1000 കെ സ്റ്റോറുകൾ തുറക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. നെടുമങ്ങാട് താലൂക്കിലെ കെ സ്റ്റോർ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ ആശ്രയിക്കുന്ന ദൈനംദിന സേവനങ്ങളും അവശ്യ സാധനങ്ങളും റേഷൻ കടകളിലൂടെ ലഭ്യമാക്കുകയാണ് കെ സ്റ്റോറുകളുടെ പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കെ സ്റ്റോറുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും. അമിതമായ വിലവർധനയ്ക്കെതിരെയുള്ള സർക്കാരിന്റെ ഇടപെടലുകളാണ് കെ സ്റ്റോറുകളെന്നും മന്ത്രി അറിയിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൂടുതൽ സേവനങ്ങൾ ഒരുക്കിയാണ് റേഷൻ കടകളെ കെ സ്റ്റോറുകളാക്കുന്നത്. നിലവിൽ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെ ശബരി, മിൽമ ഉൽപ്പന്നങ്ങളും 5 കിലോ തൂക്കമുള്ള ഗ്യാസ് സിലിണ്ടറുകളും കെ സ്റ്റോറുകളിൽ ലഭിക്കും. ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല് എന്നിവയുടെ അടവ്, പഞ്ചായത്ത്, വില്ലേജ് സപ്ലൈ ഓഫീസുകളിൽ നിന്നുള്ള ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടെ 52 ഇനം സേവനങ്ങൾ, 10,000 രൂപ വരെയുള്ള ബാങ്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും കെ സ്റ്റോറുകളിലുണ്ട്. 3 ഘട്ടങ്ങളിലായി നെടുമങ്ങാട് താലൂക്കിൽ 22 റേഷൻ കടകളെ കെ സ്റ്റോറുകളാക്കി മാറ്റിയിട്ടുണ്ട്. 4ാം ഘട്ടത്തിൽ 15 റേഷൻ കടകളാണ് കെ സ്റ്റോറുകളായി മാറുന്നത്. കൂടുതൽ വിശദ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.